നിങ്ങളെല്ലാവരും എൻ്റെ ഗിവ് അവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണെന്നറിയാം. എന്നാലും ഞാൻ പറയട്ടെ, നമ്മൾ 3 വിന്നറെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 2 പേരെ കമന്റ് പിക്കർ വഴിയും അതിൽ ഒരാള് ടോപ്പ് കമന്ററും ആണ്. ഇനി ഗിവ് അവേ കിട്ടിയില്ല എന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം ഇത് വെറും ഒരു 1K നടത്തുന്ന ഒരു ഗിവ് അവേ മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കുട്ടി ഗിവ് അവേ മാത്രാന്ന്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിനി ഇതിലും വലിയ ഗിവ് അവേസ് നടത്താം. വേറൊന്നല്ലാന്ന്, എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ തരണ്ടേ. പിന്നെ ഒരു കാര്യം കൂടെ, ഗിവ് അവേ കൂടാതെ ഞാൻ എല്ലാ മാസവും ഒരു ടോപ്പ് കമന്ററേയും കൂടെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഗിവ് അവേ ഐറ്റംസ് എന്തൊക്കെയാന്ന് കണ്ടാലോ. ആദ്യം തന്നെ ഈ ഒരു ക്യൂട്ട് മിനി ഡയറി. ഇത് ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. പിന്നെ ഈ ഒരു ക്യൂട്ട് 2 പേനയും, സോറി പേനയല്ല, ഇത് പെൻസിലാണ്. ഇതൊക്കെ ഞാൻ ഷോർട്സിൽ കാണിച്ചായിരുന്നു, നിങ്ങളത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു മിനി ഡയറിയും, പിന്നെ ഇത് ഈ ഒരു സാധനം, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, ഈ ഒരു ഇല പോലത്തെ ഒരു സാധനം. ഇതൊക്കെ ഞാൻ എൻ്റെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഇല പോലത്തെ ഐറ്റം ഞാൻ ഗിവ് അവയ്ക്ക് വേണ്ടി വാങ്ങിയതല്ല, എന്നാൽ എനിക്കത് നിങ്ങൾക്ക് തരുന്നു തോന്നി. പിന്നെ ഇതാ ഈ ഒരു ക്ലേ, പിന്നെ ഇതാ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഗിഫ്റ്റ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം പിന്നെ അതും ഞാൻ എടുത്തു, നിങ്ങൾക്ക് തരാലോ എന്ന് വെച്ച്. പിന്നെ ഞാൻ ഷോർട്സ് ഇട്ട സമയത്ത് ഈ ഒരു ക്ലേനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന് എത്ര രൂപയാണ്, ഇതിൻ്റെ റേറ്റ് എത്രയാണ്. എന്നാൽ പിന്നെ ഇതും കൂടെ ആഡ് ചെയ്യാന്ന് വെച്ചു. പക്ഷേ ഇത് ഇങ്ങനെയല്ല ആഡ് ചെയ്യുന്നത്, ഇതിൻ്റെ ഫുൾ പാക്കറ്റ് ഞാൻ വേറെ മേടിച്ചിട്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് അയക്കാൻ പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളേ. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ കവായി സ്റ്റിക്കർ. ഇതാണല്ലോ നിങ്ങൾ കമൻറ്റിൽ ഫുള്ള് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ചേച്ചി കവായി സ്റ്റിക്കർ മതി. എന്തായാലും കവായി സ്റ്റിക്കർ ഇല്ലാണ്ട് ഞാൻ എന്തായാലും ഈ ഗിവ് അവേ നടത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാ. ഞാൻ എന്തായാലും 2 പാക്കറ്റ് കവായി സ്റ്റിക്കർ തന്നെ മേടിച്ചിട്ടുണ്ട്. ഇതിൽ 20 സെറ്റ് ഉണ്ട്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് വെക്കേഷൻ ടൈമിലൊക്കെ കളിക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റാണ്. ഇനി നമുക്ക് ഇത് ആർക്കൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ടോട്ടല് 3 വിന്നറാണല്ലോ ഉള്ളത്. അതിൽ ആദ്യത്തെ വിന്നർക്കുള്ളതാണ് ഈ ഒരു സെറ്റ് സാധനം. ഇതിൽ പെൻസിലുണ്ട്, പിന്നെ മിനി ഡയറി, പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് കവായി സ്റ്റിക്കറും. ഇതാണ് ആദ്യത്തെ ആൾക്ക്. ഈ ഒരു സെറ്റ് അതവിടെ ഇരിക്കട്ടെ, അത് ഞാൻ പറയാം. പിന്നെ രണ്ടാമത്തെ വിന്നർക്കുള്ളതാണ് ഈ ഒരു ക്ലേ സെറ്റ്. ഈ ഒരു ക്ലേ സെറ്റിൽ ആ ക്ലേന് ഉരുട്ടാനും പരട്ടാനും പിന്നെ ഈ പൂവൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലേ സെറ്റ് തന്നെ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചത്. പിന്നെ മൂന്നാമത്തെ വിന്നർ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആണ്. വേറൊന്നല്ല, ഇതെൻ്റെ ടോപ്പ് കമന്ററിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഗിഫ്റ്റ്. ഇതുപോലെ തന്നെ എല്ലാ മാസവും ഞാൻ എൻ്റെ ടോപ്പ് കമന്ററിന് ഒരു ഗിഫ്റ്റ് എന്തായാലും തന്നിരിക്കും. ഇനി നമുക്ക് വിന്നേഴ്സ് ആരൊക്കെയാന്ന് കണ്ടാലോ. നിങ്ങളിത് ആദ്യം തന്നെ സ്കിപ്പ് അടിച്ച് ഇവിടെ വന്ന് നിൽക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ അവരോടൊന്നും കൂടെ പറയാം, ഇതിൻ്റെ ഇടയിൽ കുറച്ച് സർപ്രൈസുകളുണ്ട്, എന്തായാലും കാണണം. ഞാൻ പറഞ്ഞല്ലോ, കമന്റ് പിക്കർ വഴിയാണ് 2 പേരെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന്. അതിൽ ആദ്യത്തെ ആരാന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം നമ്മുടെ ആദ്യത്തെ വിന്നർ ഇതാ ഈ ഒരു അക്കൗണ്ടാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, രണ്ടാമത്തെ വിന്നർ ആരാന്ന് നമുക്ക് നോക്കിയാലോ. ഈ ഒരു അക്കൗണ്ടാണ് രണ്ടാമത്തെ വിന്നർ, ശ്രീമോൾ PB. ഈ ഒരു അക്കൗണ്ട്. ഇനി നമ്മുടെ അടുത്ത വിന്നറായ ടോപ്പ് കമന്റർ ആരാന്നും കൂടി നോക്കാം. ഈ ഒരു അക്കൗണ്ടാണ് നമ്മുടെ ടോപ്പ് കമന്റർ. വിന്നേഴ്സിനൊക്കെ കൺഗ്രാജുലേഷൻ. ഇനി കിട്ടാത്തവർക്കായിട്ട് ഇനിയും ഒരുപാട് ഗിവ് അവേ വരുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യുക, എന്തായാലും ഒരിക്കലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ വിന്നേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ കാണുന്ന ഇൻസ്റ്റഗ്രാമിലേക്കോ അല്ലെങ്കിൽ ജിമെയിലേക്കോ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി അവിടെ നമുക്ക് കോൺടാക്ട് ചെയ്യാം.